ഹായ് എവരിവൺ, ഞാൻ നഴ്സ് ആഷ്ലി. മമ്മി നഴ്സ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെള്ളം കുടിച്ചാൽ ഗർഭപാത്രത്തിലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുമോ എന്ന് നോക്കിയല്ലോ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗർഭപാത്രത്തിൽ വെള്ളം കുറയുന്ന അവസ്ഥയെക്കുറിച്ചാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ അളവുകളാണ് നോക്കേണ്ടത്, എന്തൊക്കെ പരിഹാരങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വിശദമായി നോക്കാം. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ എന്താണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് ലളിതമായി പറയാം. ഗർഭപാത്രത്തിനുള്ളിൽ നമ്മുടെ കുഞ്ഞിന് ചുറ്റുമുള്ള ദ്രാവകമാണിത്. ഇതിന് പ്രധാനമായും 3 ധർമ്മങ്ങളാണ് ഉള്ളത്. ഒന്ന്, ക്യുഷിൻ എഫക്റ്റ്. വയറ്റിൽ തട്ടുകയോ മറ്റോ ചെയ്യുമ്പോൾ കുഞ്ഞിന് നേരിട്ട് ആഘാതമേൽക്കാതെ ഒരു സംരക്ഷണ വലയമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. രണ്ടാമതായി, വളർച്ചയ്ക്ക് സഹായിക്കുന്നു. കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൻ്റെയും ദഹനവ്യവസ്ഥയുടെയും ശരിയായ വളർച്ചയ്ക്ക് ഈ വെള്ളം അത്യാവശ്യമാണ്. മൂന്നാമതായി, ഫ്രീ മൂവ്മെൻറ്റ്. കുഞ്ഞിന് കൈകാലുകൾ സുഗമമായി ഇളക്കാനും ചലിപ്പിക്കാനുമൊക്കെ ഈ ദ്രാവകം സഹായിക്കുന്നു. ഇനി നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ ഇതിൻ്റെ അളവ് എങ്ങനെ അറിയാമെന്ന് നോക്കാം. സ്കാൻ റിപ്പോർട്ടിൽ AFI അഥവാ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇതിൻ്റെ നോർമൽ ലെവൽ സാധാരണയായി 8 സെൻറ്റിമീറ്റർ മുതൽ 18 സെൻറ്റിമീറ്റർ വരെ ആണ്. അങ്ങനെയാണ് നിങ്ങളുടെ വാല്യൂ വരുന്നതെങ്കിൽ അത് നോർമലാണ്. ഇനി നിങ്ങളുടെ AFI 5 സെൻറ്റിമീറ്ററിൽ താഴെയാണെങ്കിൽ ഗർഭപാത്രത്തിൽ വെള്ളം വളരെ കുറവാണ്. അതായത് ലോ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒളിഗോ ഹൈഡ്രാമിനോസിസ് എന്ന അവസ്ഥയാണെന്ന് കണക്കാക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഗർഭപാത്രത്തിൽ ഇങ്ങനെ വെള്ളം കുറഞ്ഞു പോകുന്നത്? ഇതിന് പ്രധാനമായും 5 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, അമ്മയിലെ നിർജ്ജലീകരണം, അതായത് ഡീഹൈഡ്രേഷൻ. ഗർഭകാലത്ത് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് പ്രധാന കാരണമാണ്. രണ്ടാമത്, പ്ലാസൻ്റയിലെ പ്രശ്നങ്ങൾ. കുഞ്ഞിലേക്ക് രക്തവും പോഷകങ്ങളും എത്തിക്കുന്ന മറുപിള്ളയുടെ പ്രവർത്തനം കുറയുമ്പോൾ കുഞ്ഞിൻ്റെ മൂത്രത്തിൻ്റെ അളവ് കുറയുകയും വെള്ളം കുറയുകയും ചെയ്യാം. മൂന്നാമതായി, ലീക്കിംഗ്. ചിലരിൽ ചെറിയ രീതിയിൽ അറിയാതെ വെള്ളം പുറത്തേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകാം. 4, ഹൈ BP ആൻഡ് ഡയബറ്റിസ്. അമ്മമാർക്ക് ഉയർന്ന രക്തസമ്മർദ്ദവും ഷുഗറും ഉണ്ടെങ്കിൽ അതും ഇതിന് കാരണമാകാറുണ്ട്. 5, കുഞ്ഞിൻ്റെ മൂത്രവ്യവസ്ഥയിലെ ബുദ്ധിമുട്ടുകൾ. അത്യപൂർവമായി കുഞ്ഞിൻ്റെ വൃക്കയിലോ മൂത്രസഞ്ചിയിലോ ഉള്ള തടസ്സങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. ഇനി സ്കാനിങ്ങിൽ വെള്ളം കുറവാണെന്ന് കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ധാരാളം ദ്രാവകങ്ങൾ കുടിക്കുക. ദിവസവും ചുരുങ്ങിയത് 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. കൂടാതെ ഇളനീർ, ഒറിജിനൽ ഫ്രൂട്ട് ജ്യൂസുകൾ, തിളപ്പിച്ചാറ്റിയ വെള്ളം എന്നിവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇടതുവശം ചെരിഞ്ഞു കിടക്കാൻ ശ്രമിക്കുക. വിശ്രമിക്കുമ്പോൾ ഇടതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നത് ഗർഭപാത്രത്തിലേക്കും കുഞ്ഞിലേക്കുമുള്ള രക്തയോട്ടം കൂട്ടാനായിട്ട് സഹായിക്കും. ഇനി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നമുക്ക് IV ഡ്രിപ്പുകളോ ഡ്രിങ്ക്സോ കഴിക്കാവുന്നതാണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിൻ്റെ ചലനങ്ങളാണ്. അനക്കത്തിൽ എന്തെങ്കിലും കുറവ് തോന്നിയാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണണം. പ്രസവ സമയം അടുത്ത ആളുകൾക്ക് വെള്ളം പെട്ടെന്ന് കുറഞ്ഞു പോയാൽ കുഞ്ഞിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഡോക്ടർമാർ നേരത്തെ പ്രസവം എടുക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലാസ്റ്റ് സ്കാൻ റിപ്പോർട്ടിൽ AFI എത്രയായിരിക്കുമെന്ന് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ഈ അറിവ് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഗർഭിണികളായ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഹെൽത്ത് ആൻഡ് മദർ കെയർ ടിപ്പുകൾക്കായി മമ്മി നഴ്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.